ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലിശക്കാരൻ കിടന്ന് ഉരുളുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഏതോ ഒരു സ്വാമിയാണ്, നീ വാ നമുക്കും പോയി കാല് തൊട്ട് വണങ്ങാം ഇതും പറഞ്ഞുകൊണ്ട് ഭാമ ചന്ദ്രയെ വിളിച്ചുകൊണ്ട് പോകുക. ചന്ദ്രമതിയുടെ ഒരു കഷ്ടകാലം നോക്കണേ. ആ സമയത്ത് അങ്ങോട്ടേക്ക് സച്ചി, രേവതി വരുന്നു, അതുപോലെ നമ്മുടെ രവിയേട്ടൻ വരുന്നു. എല്ലാവരും ആ ഒരു സമയത്ത് അമ്പലത്തിലുണ്ട്. ഇവരെ ആരെയും ചന്ദ്രമതിയും ഭാമയും കാണുന്നില്ല. എന്തായാലും രവിയേട്ടൻ തൊഴുത് വലം വെച്ച് വരുന്നു. അയാളാണെങ്കിൽ ഇങ്ങനെ ഉരുണ്ടുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് അയാളുടെ കയ്യിൽ ഇങ്ങനെ പൈസ കൊടുക്കുന്നു, തൊഴുന്നു. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി തൊഴുത് നോക്കുമ്പോൾ ആ പലിശക്കാരനെ കണ്ടതും ചന്ദ്രമതി ഞെട്ടി അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ നമ്മുടെ ചന്ദ്രമതി. ആ സമയത്ത് അയാൾ നോക്കിയപ്പോൾ ചന്ദ്രമതിയെ കണ്ടു. ചന്ദ്രമതി എന്ന് പറഞ്ഞിട്ട് കിടന്നിടത്ത് നിന്ന് ഇയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചന്ദ്രമതി ജീവനും കൊണ്ട് അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. അങ്ങനെ ഓടിപ്പോയപ്പോൾ എടോ ചന്ദ്രമതി എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വിളിക്കുന്നുണ്ട്. ചന്ദ്രമതി നിൽക്കുമോ? വിട്ടുപോയി. പഴയേക്കും പലിശക്കാരൻ അവിടെ നിന്ന് ചാടി എഴുന്നേക്കുകയും ചെയ്തു. ചന്ദ്രേ എന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയത്ത് നമ്മുടെ രേവതിയും സച്ചിയും അപ്പുറം അതിൻ്റെ പുറകിൽ പോയി മാറി നിന്നിങ്ങനെ സംസാരിക്കുവാണ്. ഞാൻ പറഞ്ഞില്ല അയാൾ ഇന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അയാൾ ഇങ്ങനെ ഇതിലെ വരാതിരിക്കില്ല. നീ ആ പൈസ അന്നേരം കൊടുത്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. ഇന്നത്തെ ദിവസം ജീവനുണ്ടെങ്കിൽ അയാൾ വരും ഉറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ അയാളെ തപ്പി നടക്കുക. അപ്പോൾ ഭാമയും ചന്ദ്രമതിയും കൂടെ അപ്പുറം മാറി നിന്ന് സംസാരിക്കുക. അയാൾ ഏതൊരു സ്വാമിയല്ലേ എന്ന് ഭാമ ചോദിച്ചു ചന്ദ്രമതിയോട്. സ്വാമിയാ? ആസാമിയ എന്ന് പറഞ്ഞപ്പം ആസാമി എന്തിനാ ഇവിടെ വന്ന് സേനപ്രദക്ഷിണം നടത്തുന്നത് എന്ന് ഭാമ ചോദിച്ചപ്പോൾ ഓ ഈ ക്ഷേത്രത്തിൻ്റെ പേര് ആസാമിലെത്തിയോ എന്ന് ചോദിച്ചു. എന്നിട്ട് തലമണ്ടയ്ക്ക് ഞാൻ തന്നാണ്ടല്ലോ എന്ന് പറഞ്ഞ ചന്ദ്ര. എടി നമ്മൾ ആധാരം പണയം വെച്ച ഫിനാൻസിയർ അയാളെന്ന് പറഞ്ഞു. അയ്യോ അയാളായിരുന്നു എന്ന് ഭാമ ചോദിച്ചപ്പം അതെ, ഞാൻ ഈ മാസത്തെ പലിശ അടച്ചിട്ടില്ല, എൻ്റെ കയ്യിലാണെങ്കിൽ കാശും ഇല്ല. അയാൾ ചോദിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും? നാണം കിടത്തില്ലേ അയാൾ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ടെൻഷൻ കൂടി നമ്മുടെ രവിയേട്ടൻ അവിടുന്ന് തൊഴുതിറങ്ങി വരുന്നത് കാണുകയും ചെയ്തു ചന്ദ്ര. അപ്പോഴത്തേക്കും പിന്നെ എന്താ പറയുന്നത്, രവിയേട്ടനും വന്നു, രവിയേട്ടനെങ്ങാനും എന്തെങ്കിലും പറഞ്ഞ് എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആയിട്ടിരിക്കാം. അപ്പോൾ ചന്ദ്രൻ നീ ഭയപ്പെടാതെ, രവിയേട്ടനൊന്നും അറിയാൻ പോകുന്നില്ലെന്ന് കൂട്ടുകാരി പറഞ്ഞു കൊടുക്കണം. ശയനപ്രദക്ഷിണം നടത്തുന്നത് കൊണ്ട് ഫിനാൻഷ്യർ ഉടനെ ഒന്നും എഴുന്നേറ്റ് വരില്ല, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ വരില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വരില്ലെന്നേ, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞുകൊണ്ട് ഭാമ സമാധാനിപ്പിക്കാം. പക്ഷേ അയാളാണെങ്കിൽ ശയനപ്രദക്ഷിണം നിർത്തിവെച്ച് ചന്ദ്രയെ അന്വേഷിച്ച് ആ സ്ഥലത്ത് മൊത്തം നടക്കണം. ആ സമയം നീ പേടിക്കാതിരിക്കുക ചന്ദ്രയെ എന്ന് പറഞ്ഞു ഭാമ. നമുക്ക് അയാളോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വരുന്നത് ഇവർ കാണുകയും ചെയ്തു. നീ വിട്ടേ, എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് ഓടുക. അപ്പോൾ ഇയാളിങ്ങനെ തപ്പി നടക്കുമ്പോൾ ഇയാൾ ഇവരെ കണ്ടു. ഏയ് ചന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ച് നിർത്തുന്നു. ആ സമയത്ത് ഭാമയ്ക്ക് ഒഴിവായി പോകാൻ പറ്റാതായിപ്പോയി. ഭാമ അവിടെ അങ്ങനെ നിൽക്കുക. എന്തായത്, അവരെന്തിനാ എന്നെ കാണുമ്പോൾ കിടന്ന് ഓടുന്നത്? അവരുടെ കള്ളത്തരം നാണമില്ലേ അവർക്ക് എന്നൊക്കെ ഇയാൾ ചോദിക്കുക കേട്ടോ. താൻ പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് കാശ് കൊടുത്തത്, ഈ മാസത്തെ പലിശ അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു, ആദ്യത്തെ അടവ് തന്നെ ഇങ്ങനെ ആയാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല അത് പിന്നെ തരാം, പലിശ തരും. എപ്പം തരും? അത് നീ എനിക്ക് പറയാൻ പറ്റുമോ? ഭാമേ, നീയാണ് ജാമ്യം ഒപ്പിട്ടത്, നീയും കുടുങ്ങും. നിനക്കറിയാലോ എന്നെ, ഞാൻ ആരാണെന്ന് നിനക്കറിയാവല്ലോ. എന്നെ കബളിപ്പിച്ച് എങ്ങോട്ട് ഓടുക? എവിടം വരെ ഓടും? എവിടം വരെ പോകും നീയൊക്കെ? അപ്പോൾ അവളുടെ ഭർത്താവും മക്കളും മരുമക്കളും ഒന്നും അറിയാതെയാണ് അവൾ ഈ ആധാരം പണയപ്പെടുത്തിയത്. ഭർത്താവ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, പ്രശ്നം ഉണ്ടാക്കി അയാളെ ഒന്നും അറിയിക്കരുതെന്ന് പറഞ്ഞപ്പം ഓ അത് ശരി, ഇപ്പോൾ വീട്ടിലറിയാതെയാണ് ആധാരം പണയപ്പെടുത്തിയതല്ലേ എന്ന് ഇയാൾ ചോദിച്ചപ്പം അത് തെറ്റാണ്, ഞാൻ പലിശയ്ക്ക് കാശ് കടം കൊടുക്കുന്നവനാണെങ്കിലും നേർവഴി വിട്ട് ഞാൻ കളിക്കാറില്ല എന്ന് പറഞ്ഞു. അതെനിക്ക് അറിയാമെന്ന് പറഞ്ഞു ഭാമ. അതെ, നാളെ അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലേ ഞാൻ കോടതി കയറി ഇറങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം പറയണം. നാളെ അവരുടെ ഭർത്താവും മക്കളും ഓഫീസിൽ വന്ന് ഒപ്പിടണം, ഈ മാസത്തെ പലിശയും തരണം. അയ്യോ അതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ഭാമ ചോദിച്ചപ്പം ഭാമയെ നീ പോയി ചന്ദ്രമതിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഭാമയെ പറഞ്ഞു വിട്ടപ്പോൾ ഇയാൾ ഇങ്ങനെ ചന്ദ്രമതി ചെല്ലുന്നു നോക്കിയേക്കും. അപ്പോൾ ഭാമ ചന്ദ്രയെ തപ്പി അതിലെല്ലാം നടക്കും. ഇവളിത് എവിടെ പോയി എന്ന് ഓർത്തുകൊണ്ട് ടെൻഷൻ അടിച്ച് ഇതിലെല്ലാം നടക്കുന്നു. അപ്പോൾ ഒരു മരച്ചുവട്ടിൽ നമ്മുടെ ചന്ദ്ര ഇരിപ്പുണ്ട്. അപ്പോൾ നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് വിളിച്ചു. അയാൾ പോയോന്ന് ചോദിച്ചപ്പോൾ നിന്നോട് ഇങ്ങ് വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് ഭാമ ചന്ദ്രയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക. അങ്ങനെ പിടിച്ച് വലിച്ചതേ അയാളുടെ മുന്നിൽ കൊണ്ടുവന്ന് ചന്ദ്രയെ നിർത്തി. ഇത്രയും നേരം ഓടിയത് വെറുതെ ആയി. എന്തായാലും ചന്ദ്ര ഇയാളെ കണ്ടപ്പം പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ നിങ്ങളെന്തിനാണ് ഓടിയത് എന്ന് ചന്ദ്രയോട് ചോദിച്ചു ഈ ചേട്ടൻ. അപ്പോൾ അല്ല ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, നിങ്ങൾ പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ഭാമ അന്നേരം ചോദിച്ചു. എന്താ ചന്ദ്രേ, നീ എന്നെ കളിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു. അയ്യോ അങ്ങനെയൊന്നുമില്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര. വീട്ടുകാരറിയാതെയാണ് ആധാരം പണയപ്പെടുത്തിയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല അവരെന്തിനാ അറിയണം,
വീട് എൻ്റെ പേരിലാണ് ഇരിക്കുന്നേ, എൻ്റെ ഭർത്താവിൻ്റെ പേര് വെറുതെ അതിൽ എഴുതിയതാണെന്ന് ചന്ദ്ര പറഞ്ഞപ്പം എന്നോട് നീ വെള്ളച്ചിലെടുക്കല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടോ. ചന്ദ്രൻ നിന്ന് ഉരുക്കിക്കൊണ്ടിരിക്കുക. ഭർത്താവിനെയും മക്കളെയും കൂട്ടി എൻ്റെ ഓഫീസിൽ വരണം, എല്ലാവരും ഒപ്പിടണമെന്ന് പറഞ്ഞു. അപ്പോൾ രേവതിയോടും സച്ചിയോടും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മഹാപാപങ്ങൾക്ക് ചന്ദ്രമതിക്കുള്ള ശിക്ഷ കിട്ടി. മൂത്ത മോള് മരുമകൾ കാലെടുത്ത് വെച്ചതും കുടുംബം മുടിഞ്ഞു. രേവതി കാലെടുത്ത് വെച്ച് കുടുംബം മുടിയും നാഴിക്ക് 40 വട്ടവും പറയുന്ന ചന്ദ്രയ്ക്ക് തിരിച്ചടിയാണേ. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. പിന്നീട് അവരിൽ ഒരാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ മതി, എനിക്ക് കിട്ടാനുള്ളത് കിട്ടാനൊക്കെ വൈകും, അതുകൊണ്ട് അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. കോടതി കയറി ഇറങ്ങാണ്ടേ, എനിക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കണം, അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവരെയും കൂട്ടി വന്ന് നീ ഒപ്പിടിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അയ്യോ അത് പിന്നെ എനിക്ക് എന്താ അവർക്കൊന്നും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്ത് നാളെ അവരെ കൂട്ടിക്കൊണ്ടുപോവാ, വരുമ്പോൾ ഈ മാസത്തെ പലിശയും കൂടി നീ കൊണ്ടുവന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി ഞെട്ടി. വന്നില്ലെങ്കിലേ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരും, അവിടെ വിരിച്ചങ്ങ് കിടക്കും. ഭാമേ നിന്റെ വീട്ടിലും വരും, ജാമ്യം നിന്നതേ നീയാ, അത് മറക്കണ്ട എന്നും പറഞ്ഞ് അദ്ദേഹം ഭീഷണിപ്പെടുത്തുക. അറിയാലോ എന്നെ? അറിയാമെന്ന് ഭാമ പറഞ്ഞു. അതും പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോകണു. കളിപ്പിക്കാനാണ് ഭാവമെങ്കിൽ രണ്ടുപേർക്കും വലിയ നഷ്ടം ഉണ്ടാകും, അത് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരവസ്ഥ വരെ വരും എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം പോണതേ. ഇവർ രണ്ടുപേരും പേടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അയാളങ്ങ് പോയി കഴിഞ്ഞപ്പം ഈശ്വര ചന്ദ്രമതി തകർന്നു തരിപ്പണമായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ആൽച്ചൂട്ടി തന്നെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എൻ്റെ വീട് പോയി, മാനം പോയി, എല്ലാം പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഭാമ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ. എല്ലാം പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. അപ്പോൾ നമ്മുടെ രവിയേട്ടൻ അതിലങ്ങനെ വരുമ്പോൾ ഇവരെ കണ്ടപ്പോൾ ഭാമ ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. ചന്ദ്രമതിയുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ രവിയേട്ടൻ അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇവരുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടു. എന്താ ഭാമേ എന്തു പറ്റിയെന്ന് ചോദിച്ചു. എല്ലാം പോയി, ഞാൻ തെരുവിലിറങ്ങേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു ഭാമ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഭാമ മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ എന്തൊക്കെ ഇവർ പറയുന്നത്? എന്താ ചന്ദ്രേ എന്തു പറ്റി ഭാമയ്ക്ക് എന്ന് രവിയേട്ടൻ ചോദിച്ചു. അപ്പോൾ അതിനൊന്നും അറിയില്ലല്ലോ, പെട്ടെന്ന് ബാധ കയറിയതാ, ഇപ്പം ബാധ പോയി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി. ശരിയല്ലേ ഭാമേ, ശരിയല്ലേ എന്ന് ചോദിച്ചപ്പം നീ കൂടെ നിന്നിട്ട് ഇവൾക്ക് ബാധ കയറിയോ? അത് ഭയങ്കര അതിശയമാണല്ലോ എന്ന് രവിയേട്ടൻ പറഞ്ഞപ്പം വേണ്ട ഇനിയൊന്നും പറയണ്ട എന്ന് പറഞ്ഞു ചന്ദ്ര. പോകല്ലേ എന്ന് ചോദിച്ച് ഭാമയെ സമാധാനിപ്പിക്കുകയാണ് ചന്ദ്ര. അല്ലേ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര ഓക്കെ ആവണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പതുക്കെ പറഞ്ഞു കൊടുക്കാം. രവിയേട്ടൻ ഇത് കണ്ടിട്ട് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. ഇനി മിണ്ടിപ്പോയേക്കരുതെന്നൊക്കെ പറഞ്ഞപ്പം എന്താ ചന്ദ്ര എന്താ നിന്റെ പ്രശ്നം എന്ന് രവിയേട്ടൻ ചോദിച്ചു. എന്തൊക്കെയാ നീ പറയണേന്നൊക്കെ ചോദിച്ചു. ഒരു പ്രശ്നമില്ല, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര. അല്ല നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് എന്താ കാര്യം എന്താന്ന് ചോദിച്ചപ്പം വെയിൽ ചൂട് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിരുന്ന് ഉരുണ്ട് കളിക്കുക. എന്തോ കള്ളത്തരുണ്ടെന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ അങ്ങ് പോയി. അപ്പം നീ വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വന്നോളാം, നിങ്ങൾ നടന്നോളാം പറഞ്ഞു. ഇങ്ങനെ അവർ രണ്ടുപേരും നെഞ്ചത്ത് കൈയും വെച്ച് അലമുറ ഇട്ടുകൊണ്ടിരിക്കുക. ഈ സമയം സാറിൻ്റെ പകുതി ശയനപ്രദക്ഷിണം മുടങ്ങിപ്പോയായിരുന്നു. അവിടെ വീണ്ടും അദ്ദേഹം വന്ന് കിടന്നു. അപ്പോൾ സാർ ഞാൻ മോഹനൻ, അപ്പോൾ ഒരു പൈസ ഇച്ചിരി കുറവുണ്ട് എന്നും പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ സാരമില്ല അടുത്ത മാസം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ പറയുക വന്ന ആളോട്. ആ സമയത്ത് നമ്മുടെ സച്ചിയും രേവതി ഇത് കണ്ടു. അദ്ദേഹത്തെ കാണിച്ചും കൊടുത്തു. സച്ചി ഇദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളിതൊരു സ്ഥലം പറഞ്ഞായിരുന്നല്ലോ, ഒന്ന് മറന്നുപോയെന്നൊക്കെ പറഞ്ഞു. മൈസൂർ പോയെന്ന് പറയാൻ പറഞ്ഞു നമ്മുടെ സച്ചി. രേവതി എന്നിട്ട് പോകും, പകുതി വഴി ചെല്ലുമ്പോൾ പകുതി മറക്കും, സച്ചിയുടെ അടുത്തേക്ക് വരും. അപ്പോൾ 3-4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു മറവിയുടെ ഇടയ്ക്ക് ഓരോന്നോരോന്ന് ചോദിക്കാനായിട്ട് നമ്മുടെ രേവതി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുമ്പം നീ ഇന്നിതെല്ലാം കുളമാക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം. എന്താ നിങ്ങൾ ഈ പറയണേന്നൊക്കെ ചോദിച്ചു. രണ്ടുപേരൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ കാര്യവും അതുപോലെ പൈസയുടെ കാര്യവും ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞിങ്ങനെ വരിക. അങ്ങനെ നമ്മുടെ സച്ചി എൻ്റെ ഈശ്വരാ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇയാളാണെങ്കിൽ അവിടെ ഡീലിങ്സ് നടത്തിക്കൊണ്ടിരിക്കുക, ഉള്ളത് കൊടുക്കുക എന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇയാളുടെ അടുത്ത് ചെന്നു. ഞാൻ സച്ചിയുടെ ഭാര്യ എന്നും പറഞ്ഞ് ചെന്നു. അപ്പോൾ രേവതിയെ കണ്ടപ്പോൾ ഈ ചേട്ടനങ്ങ് എഴുന്നേറ്റു. ഡ്രൈവർ സച്ചിയുടെ ഭാര്യയാണെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. സച്ചി അപ്പുറം മാറി നിൽക്കുക കേട്ടോ, ഞാൻ കാറിൻ്റെ വാടക കാശ് തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കുറവുണ്ട്, അതൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു രേവതി. അപ്പോൾ അതെന്താ നീ കാശുമായിട്ട് വന്നേ, സച്ചി എവിടെയെന്ന് ചോദിച്ചു. അത് പിന്നെ അദ്ദേഹം മൈസൂർ ട്രിപ്പ് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. കാശ് വാങ്ങിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കാശും കൊടുത്തു രേവതി. ആ സമയത്ത് സച്ചി അപ്പുറം നിന്ന് നെഞ്ചത്ത് കൈ വെച്ച് സമാധാനം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആശ്വാസമായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ആ ചേട്ടൻ അന്നേരത്തേക്കും വീണ്ടും കിടക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ സച്ചിയെ കണ്ടപ്പോൾ മൈസൂർ നമുക്ക് കണ്ണെത്തി പിടിക്കാൻ പറ്റുന്ന ദൂരത്താണോ എന്ന് ചോദിച്ചു. അല്ല സാരെന്താ അങ്ങനെ ചോദിച്ചേ എന്ന് ചോദിച്ചു രേവതി. മൈസൂർ പോയവൻ അവിടെ നിൽക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ കാണിച്ചു കൊടുക്കുക രേവതിക്ക്. ആ സമയം രേവതി ചമ്മി.
എടാ സച്ചി ഇങ്ങ് വന്നേടാന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോഴത്തേക്ക് സച്ചി ചമ്മി വിളറി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലു കേട്ടോ, ഇങ്ങ് വാടാന്ന് പറഞ്ഞു. അപ്പം നമസ്കാരം സാർ. എടാ അതങ്ങ് നീ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം നീ നിൽക്കുന്നിടത്തേക്ക് ഞാൻ നോക്കിയല്ലേ, അതല്ലേ സാറ് കണ്ടത്. അപ്പം നിങ്ങൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ വന്ന് നിന്നാൽ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് രേവതി പതുക്കെ സച്ചിയോട് പറയുന്നു. നിന്നെ കൂടെ കൂട്ടിയിട്ട് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ പറയുമ്പോൾ മതി നിർത്ത്, നിങ്ങളുടെ വഴക്കൊക്കെ അങ്ങ് വീട്ടിൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. നീ എന്താ മുഴുവൻ കാശും തരാത്തേന്ന് ചോദിച്ചു. കള്ളം പറഞ്ഞ് ഭാര്യയുടെ കയ്യിൽ കൊടുത്തുവിട്ട് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചപ്പം അത് പിന്നെ സാറേ ഓട്ടോ ഇപ്പോൾ കുറവാ, ആകെ കയ്യിലുണ്ടായിരുന്നത് ഇതാ, ഇവളാകുമ്പോൾ സാർ മതി മതി എനിക്ക് മനസ്സിലായെന്ന് അദ്ദേഹം പറഞ്ഞു. ബാക്കി കാശപ്പം തരും എന്ന് ചോദിച്ചു. കറക്റ്റ് തീയതി പറയണം, അല്ല അത് പിന്നെ എനിക്ക് എന്ത് അപ്പോഴേക്കെന്തേ അമ്മയും കൂട്ടുകാരെയും കൂടെ അതുവഴി വരുന്നു. അപ്പോൾ ഇവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെപ്പോഴാ വന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചു. ഫിനാൻഷ്യറും സച്ചിൻ തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുക കേട്ടോ. ഞാൻ ആധാരം പണിപ്പെടുത്തിയതിനെ പറ്റി വല്ലതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ചന്ദ്രമതിക്ക് ടെൻഷനായി. ഇവർ രണ്ടുപേരും കൂടെ വളരെ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതാവില്ല ചന്ദ്രയെന്ന് പറഞ്ഞു ഭാമ. അതെ അത് തന്നെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ചന്ദ്രമതി കിടന്ന് ഉരുകും അവിടെ കിടന്ന്. ആ സമയം നമ്മുടെ രേവതിയും തൊട്ടരികിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് വളരെ കാര്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ ആധാരം പണയപ്പെടുത്തിയത് അയാൾ സച്ചിയോട് പറഞ്ഞു, സത്യം അവൻ അറിഞ്ഞു. അയ്യോ ഇന്ന് അവൻ വീടിന് തീ വയ്ക്കും, എന്നെ അതിൽ തള്ളിയിടും ഈശ്വരാ എന്ന് പറയുന്നതൊക്കെ അറിയുമ്പോൾ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത വിളിച്ചു പറയല്ലേ, നീ ആയിട്ട് അവരെ അറിയിക്കല്ലേ ചന്ദ്രൻ എന്ന് പറഞ്ഞു ഭാമ ഇങ്ങനെ പറയുക. വന്നേ നമുക്ക് ഇവിടുന്ന് പോകാം, അത് പോകുന്നതന്നെ എന്നല്ല, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് പോകാം. അപ്പോൾ കറക്റ്റ് ഡേറ്റിന് തന്നെ പൈസ കൊണ്ട് തരണമെന്നും പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ സംസാരിച്ചു. സച്ചി അതെല്ലാം ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവരങ്ങ് അത് അടിയിലൊക്കെ കഴിഞ്ഞ് അവരിങ്ങ് പോന്നു. ഈ സമയത്തും ചന്ദ്രമതി അവിടെ കിടന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുക. ഉറപ്പാ എനിക്കിന്ന് പനി വരും, അത്രമാത്രം ഞാൻ പേടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഭാമയോട് പറയണു. അതൊക്കെ കേട്ട് ഭാമ ഇങ്ങനെ നിൽക്കണം. ആധാരം പണയപ്പെടുത്തിയത് അങ്ങനെ രവിയേട്ടൻ അറിഞ്ഞ ഇവിടെ വെച്ച് തന്നെ എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടി ഓഫീസിലേക്ക് ചെല്ലാനല്ലേ ഫിനാൻഷ്യർ പറഞ്ഞിരിക്കുന്നത്. പലിശ മുഴുവൻ കൊടുത്തില്ലെങ്കിൽ വീട്ടിലേക്ക് വരുമെന്നും പറഞ്ഞു. എന്ത് ചെയ്യും എൻ്റെ ഭാമയെ ഓർത്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടണില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ടെൻഷനാവുക. സച്ചിയും ഫിനാൻഷ്യറും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ ആധാരം പണയപ്പെടുത്തിയതിനെ പറ്റി വല്ലതും ആയിരിക്കുമോ അയാൾ സച്ചിയോട് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചപ്പോൾ സച്ചി നിൻ്റെ മകനാണെന്ന് അയാൾക്ക് അറിയോ? അപ്പോൾ അറിയാമായിരിക്കുമോ? നീ അറിയാം ആധാരം പണയപ്പെടുത്തിയ കാര്യം അങ്ങനെ സച്ചി അറിഞ്ഞ ഈശ്വരാ എനിക്ക് പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി. അവൻ അറിഞ്ഞൊന്നും കാണില്ലെന്നേ. ഫിനാൻഷ്യറും സച്ചിൻ തമ്മിൽ എന്തെങ്കിലും പരിചയം കാണും. ക്ഷേത്രത്തിൽ വന്നപ്പോൾ കണ്ടു, സംസാരിച്ചു, അത്രേ ഉള്ളൂ. നീ ആധാരം പണയപ്പെടുത്തിയതിനെക്കുറിച്ചൊന്നും ആയിരിക്കില്ലെന്നേ അവർ സംസാരിച്ചത്. അല്ലെങ്കിൽ അവർ തമ്മിൽ മറ്റെന്തെങ്കിലും ഇടപാട് കാണും. അവൻ കടം വാങ്ങിയ കാശ് വല്ലതും കൊടുക്കാൻ വന്നതായിക്കൂടെ എന്നൊക്കെ ചോദിച്ചപ്പം എനിക്ക് സംശയമുണ്ട് ഭാമയെ, സംശയമുണ്ട്. സച്ചി എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നീ എൻ്റെ കൂടെ വീട്ടിലേക്കൊന്ന് വരണം. പൂ കെട്ടുന്നവളോട് തന്ത്രപൂർവ്വം സംസാരിച്ച് സച്ചി എല്ലാം അറിഞ്ഞോ എന്നൊന്നും മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു. അവൾ സച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്ക് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്രയെ എന്നും പറഞ്ഞ് വിളിച്ച്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒച്ച വയ്ക്കുന്നത്, വെറുതെ ആളെ പേടിപ്പിക്കുകയാണെന്ന് ചന്ദ്രമതി ചോദിച്ചു. പതുക്കെ വിളിച്ചാൽ പോരേന്ന്. ഞാൻ പതുക്കെയല്ലേ വിളിച്ചതെന്ന് രവിയേട്ടൻ എന്തായാലും ചോദിച്ചു. നിനക്കിതെന്താ പറ്റിയേ? നീ ആകെ വേർക്കുന്നുണ്ടല്ലോ. ക്ഷേത്രത്തിൽ വെച്ചതിന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്താ കാര്യം? ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ എല്ലാവരുടെ മുഖത്തൊരു തെളിച്ചുണ്ടാവാറ്, നിന്റെ മുഖത്തത് കാണുന്നില്ലല്ലോ. എന്ത് പറ്റി ചന്ദ്രേ? നിനക്കെന്താ വിഷമം പോലെ? ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പോലെയാണല്ലോ നീ എന്നൊക്കെ പറഞ്ഞപ്പോൾ ബസ് ഒരു ബസ് ഡ്രൈവർക്ക് എല്ലാത്തിനും അതല്ലേ തോന്നുള്ളൂ. എന്തായാലും ഇന്നലെ ദിവസമൊക്കെ ഒരുപാട് ഓടി നടന്നല്ലേ, അതിൻ്റെ ക്ഷീണം ഉണ്ടാവും മുഖത്ത്. അതിൽ ഓടി നടന്ന് ജോലി ചെയ്തത് രേവതിയല്ലേ? നീ ഇതെടുക്കൊന്നും പറഞ്ഞ് നിന്നതല്ലേ ഉള്ളൂ, എന്നിട്ടും നിനക്ക് ക്ഷീണോ എന്ന് രവിയേട്ടൻ. അല്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ നിനക്ക്. എനിക്കൊരു പ്രശ്നവും ഇല്ല, നീ വന്നേ ഭാമേ എന്ന് പറഞ്ഞ് ഭാമയും കൂട്ടിക്കൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് പോയി. ഈ സമയം രവിയേട്ടൻ അവിടെ നിന്ന് എന്തോ കൊള്ളക്കളി ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് തൊഴുത് പ്രാർത്ഥിച്ച് ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും അമ്മയും അങ്ങോട്ടേക്ക് ചെന്നു. ശ്രുതി കാർ ബുക്ക് ചെയ്യും മോനെ, നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ കാർ ബുക്ക് ചെയ്തു ആൻറ്റി, ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കാം. അപ്പോൾ അമ്മ ഞങ്ങൾ തൊഴുത്തിറങ്ങിയിട്ട് എത്ര നേരമായെന്ന് അറിയാവുമെന്ന് ശ്രുതി ചോദിച്ചു. അമ്മ ഇത് എത്ര നേരമായി? അപ്പോൾ ദൈവത്തോട് പറയേണ്ടത് പറഞ്ഞ് തീരണ്ടേ അല്ലേ ചന്ദ്രേ എന്ന് ഭാമ. അമ്മേ നമുക്കെന്നാൽ അങ്ങോട്ട് നിൽക്കുന്നാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങ് പോകുന്നു. അപ്പോഴേക്കും ചന്ദ്ര അവിടെ നിന്ന് ഉള്ളുരുകി ഇങ്ങനെ നിൽക്കുക. ഭാമയും പിന്നാലെ പോണു. പക്ഷേ രവിയേട്ടൻ അന്നേരവും ഇവരെ പിന്തുടർന്ന് പിന്നാലെ ഉണ്ട്. എന്തായാലും ചന്ദ്രമതിയുടെ കള്ളക്കളി മുഴുവൻ രവിയേട്ടന് മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചി അവിടെ ഓട്ടത്തിന് വേണ്ടിയിട്ട് സ്റ്റാൻഡിൽ വന്ന് കിടക്കുക. അതിനുശേഷം അവിടുത്തെ കൂട്ടുകാരനുമായിട്ട് ഈ പലിശക്കാരനുമായി ഇന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചപ്പോൾ നാണക്കേടിനെ പറ്റിയും അതുപോലെ രേവതിയെ വലിയടാക്കിയതിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. എന്തായാലും അയാൾക്ക് കാശ് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല,
അടുത്ത മാസം കറക്റ്റായിട്ട് തന്നെ പൈസ കൊടുക്കണം എന്ന് അയാൾ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്കെന്ന് പറഞ്ഞപ്പം, എടാ ഒരു നാളെല്ലാം ശരിയാകും വിടടാ എന്ന് പറഞ്ഞപ്പം, എപ്പോൾ ശരിയാവാനാടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൂട്ടുകാരൻ നിൽക്കുന്നു. അപ്പോഴാണ് വണ്ടിയിൽ കഞ്ചാവ് വെച്ച അവന്മാരെ രണ്ടുപേരെയും ആ കൂട്ടുകാരൻ കാണുന്നത്, സച്ചിക്ക് കാണിച്ചും കൊടുക്കുന്നത്. അപ്പോഴേക്കും അവന്മാരും ഇവരെ കണ്ടു. പെട്ടെന്ന് തന്നെ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് വരുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.